നിലമ്പൂരിൽ ഒരു മനോഹരമായ ഒരു കാഴ്ച അവിടെ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. രണ്ട് സ്ഥാനാർത്ഥികൾ UDF-ൻ്റെയും LDF-ൻ്റെയും സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പരസ്പരം അവരെ കണ്ട് വിജയാശംസകൾ നേരുന്ന അപൂർവ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. 746 എം സ്വരാജ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മഹോത്സവം നടക്കുമ്പോൾ ജനാധിപത്യത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച കൂടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മൾ നിലമ്പൂരിൽ നിന്ന് കാണുന്നത്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജും ഒപ്പം UDF-ന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ആര്യാടൻ ഷൗക്കത്ത് അവർ പരസ്പരം കണ്ടു, അവർ കൈ കൊടുത്തു, അവർ പരസ്പരം വിജയാശംസകൾ നേർന്ന് പിരിഞ്ഞു പോകുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ആസിഫെ, ഈ ദിവസത്തിൽ ഇതിലും മനോഹരമായ ഒരു കാഴ്ച ഇനി കാണാനില്ല. ആസിഫിലേക്ക് എത്താം. ആസിഫ് അവിടെ ഉണ്ട്, ആസിഫിലേക്ക് വരാം. അപ്പോൾ നിലമ്പൂരിൽ ഇപ്പോൾ ഇതുവരെയുള്ള പോളിംഗ് പെർസെൻറ്റേജ് 6%. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് തുടങ്ങി. ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ സാങ്കേതിക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊക്കെ പരിഹരിച്ചു. വീണ്ടും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. രാവിലെയൊക്കെ നല്ല ക്യൂ കാണുന്നുണ്ടായിരുന്നു പല ബൂത്തുകളിലും. രാവിലെ ഓഫീസിലൊക്കെ പോകുന്നവർ രാവിലെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകാനുള്ള ഒരു തിരക്കമൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ പല ആൾക്കാരുമൊക്കെ ഈ വിവാദങ്ങളും ഇവിടെ ഉണ്ടായ കാര്യങ്ങളുമൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തോ എന്നുള്ള പ്രസാദിന്റെ ചോദ്യത്തോടൊക്കെ പലരും പറഞ്ഞത് ഞങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളും ഒന്നും ഇവിടെ ചർച്ചയായില്ല എന്നാണ്. പ്രധാനമായിട്ടും ചിലരൊക്കെ ഉന്നയിച്ചത് ഇവിടുത്തെ ബൈപ്പാസ് വിഷയവും കാര്യങ്ങളും ഒന്നും ഇവിടെ വേണ്ടത്ര ചർച്ച ചെയ്തില്ല എന്നൊക്കെയാണ്. എങ്ങനെയാണ് നിലമ്പൂറുകാരുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളൊരു കാര്യം നമുക്ക് 23-നെ അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാവരും വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അത് വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. ബൂത്തുകളിൽ നിന്നുള്ളവർ, പ്രായമുള്ളവരും കുട്ടികളും കന്നി വോട്ടർമാരെയും ഒക്കെ നമ്മൾ കണ്ടു രാവിലെ എല്ലാ ബൂത്തുകളിൽ നിന്നും. പിന്നെ സ്ഥാനാർത്ഥികൾ രണ്ടുപേരും, എം സ്വരാജ് ആവട്ടെ അതുപോലെ ആര്യാടൻ ഷൗക്കത്താകട്ടെ, രണ്ടുപേരും വോട്ട് രേഖപ്പെടുത്തി. PV അൻവറിന് അവിടെ വോട്ടില്ല. BJP സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ട്. അദ്ദേഹം ഇതുവരെ ബൂത്തിലേക്ക് അദ്ദേഹത്തെ കണ്ടില്ല. അപ്പോൾ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് നിലമ്പൂരിൽ. പിന്നെ അത്യാവശ്യം മഴ നിൽക്കുന്നുണ്ട് നിലമ്പൂരിൽ. നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് സമയത്തുമൊക്കെ പ്രചരണ സമയത്തുമൊക്കെ നമ്മൾ കണ്ടതാണ്. നിലമ്പൂരിൽ അത്യാവശ്യം നല്ല മഴയായിരുന്നു. ഈ മഴയൊക്കെ വെല്ലുന്ന പ്രകടനമായിരുന്നു കൊട്ടിക്കലാശ ദിവസമൊക്കെ നമ്മൾ കണ്ടത്. അന്ന് നല്ല മഴയായിരുന്നു, പക്ഷേ അതിനൊന്നും പ്രവർത്തകരോ ആരും ഒരു തരത്തിലും അതൊന്നും ഒരു വിഷയമേ അല്ല, ഒരു പെരുമഴ ഞങ്ങൾക്കൊരു വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ ആവേശം അങ്ങ് കൊട്ടിക്കേറിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ആവേശം ഈ മഴയുണ്ടെങ്കിൽ പോലും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ, ആ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. നിലവിൽ ബൂത്തുകളിലൊക്കെ നല്ല ക്യൂ നിൽക്കുന്നുണ്ട്. 3 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും 4 പേരെ സംബന്ധിച്ചും ഇപ്പം ഒരുപാട് പേരുണ്ടെങ്കിലും 10-15 പേര് അവിടെ ജനവിധി തേടുന്നുണ്ട് എങ്കിലും 10 പേര് ജനവിധി തേടുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനം UDF, LDF, PV അൻവർ തന്നെ പറയേണ്ടി വരും. കാരണം UDF-നെ സംബന്ധിച്ച് നിർണായകമാണ് പല കാര്യങ്ങളും. VD സതീശൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനമടക്കം പല വിഷയങ്ങളും ചർച്ചയാകുന്ന അവർക്കൊക്കെ നിർണായകമായ ഒന്നാണ് നിലമ്പൂരിലെ ഈ തിരഞ്ഞെടുപ്പ്. ഇടതുപക്ഷത്തിനാവട്ടെ ഒരു ചരിത്രം സൃഷ്ടിക്കുമോ ഇടതുപക്ഷം, ഇടതുമുന്നണി, ആ കാര്യം അറിയണം. PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി പോലും നിശ്ചയിക്കപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ. ആസിഫ് ഉണ്ട് നമുക്കപ്പം. ആസിഫെ, ഈ ഒരു തിരഞ്ഞെടുപ്പ് ദിവസത്തിൽ ഇതിലും മനോഹരമായ ഒരു കാഴ്ച ഇനി കാണാനില്ല. എം സ്വരാജും ആര്യാടൻ ഷൗക്കത്തും പരസ്പരം കൈകൊടുത്ത് അവർ ആശ്ലേഷിച്ച് അവർ വിജയാശംസകൾ കൈമാറുകയാണ്. ശരി, തീർച്ചയായും. കാരണം തെരഞ്ഞെടുപ്പ് മത്സരം രാഷ്ട്രീയമായ ഒരു പോരാട്ടമാണ്. രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി ഇരു മുന്നണികളും അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചുള്ള ഒരു കടുത്ത മത്സരം തന്നെയാണ് തെരഞ്ഞെടുപ്പ്. അതിൽ വ്യക്തിപരമായി യാതൊരു തരത്തിലും ഉള്ള ഒരു പോരാട്ടമായി ഇതിനെ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇരു സ്ഥാനാർത്ഥികളും ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ ബൂത്താണ്. അവിടെ ആര്യാടൻ ഷൗക്കത്ത് ഫാമിലിയുമായി എത്തി വോട്ട് ചെയ്യാൻ എത്തിയതായിരുന്നു. ആ സമയത്താണ് എം സ്വരാജ് അവിടെ സന്ദർശിക്കാൻ എത്തിയത്. ആ സമയത്ത് സന്ദർശനം പൂർത്തിയാക്കി വന്നതിന് ശേഷം രണ്ടുപേരും കൈകൾ കൊടുത്ത് കെട്ടിപ്പിടിച്ച് അല്പനേരം സംസാരിച്ചതിന് ശേഷമാണ് മടങ്ങിയത്. എന്തായാലും അത് വളരെ നല്ലൊരു കാഴ്ച തന്നെയാണ്. കാരണം വ്യക്തിപരമായി ആളുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമേ അല്ല നടക്കുന്നത് നിലമ്പൂരിൽ എന്നുള്ളതാണ്. കാരണം അത് കൃത്യമായ രാഷ്ട്രീയമുയർത്തി ആ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പാണ്. അതിൽ ഇരു കൂട്ടർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് അത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ
ഘട്ടത്തിലും ഇരുവരും പോയിട്ടുള്ളത്. അത് ഈ മണിക്കൂറുകളിലും തുടരുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് വ്യക്തിപരമായി ആളുകൾ കാണുമ്പോൾ അത് ആ രീതിയിൽ വളരെ സൗഹൃദപരമായി കൈകൾ കൊടുത്ത് തന്നെ അവർ പിരിഞ്ഞു എന്നുള്ളതാണ്. അത് അങ്ങനെ വളരെ മാതൃകാപരമായ നടപടിയാണത്. പൊതുവേ കേരളത്തിൽ ഉള്ള രാഷ്ട്രീയക്കാർ എല്ലാവരും സ്വീകരിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഇന്നും ഇവിടെയും അത് ആവർത്തിക്കുകയാണ്. രണ്ടുപേരും വന്ന് പരസ്പരം കൈകൾ കൊടുത്ത് അല്പനേരം സംസാരിച്ച് പോവുകയാണ് ചെയ്തത്. ഏതായാലും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു കാഴ്ചകളും നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. സൗഹൃദപരമായ വ്യക്തിബന്ധങ്ങൾ തുടരുമ്പോൾ തന്നെ തീവ്രമായ രാഷ്ട്രീയ പോരാട്ടം, വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഇരു മുന്നണികളും അവരുടെ രാഷ്ട്രീയ പോരാട്ടം മുന്നോട്ട് വെച്ച് വിവിധ വിഷയങ്ങൾ ചർച്ചയാക്കി കൊണ്ടുപോയ തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ വിജയം ആർക്കായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. അത് കൃത്യമായി എം സ്വരാജിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു ഘട്ടത്തിലും കൃത്യമായി പറയുന്നുണ്ട്, ഒരു തരത്തിലും വ്യക്തിപരമായി ആളുകളെ അധിക്ഷേപിക്കുകയോ മറ്റോ ചെയ്യുന്ന തരത്തിലേക്ക് പോവുകയില്ല. കാരണം രാഷ്ട്രീയപരമായാണ് പോരാട്ടം നടക്കുന്നത്. അത് ഇവിടെയും അങ്ങനെ തന്നെയാണ് എന്നുള്ളത്. അരിയാട ഷൗക്കത്തും സ്വാഭാവികമായും അതേ ചിന്തയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കരുതാൻ കഴിയും. എന്തായാലും രാഷ്ട്രീയ പോരാട്ടം തുടരുകയാണ്. അത് അവസാന നിമിഷവും വിവിധ വിഷയങ്ങൾ രാഷ്ട്രീയ ചർച്ചയാക്കിയ തെരഞ്ഞെടുപ്പ് ആണ് നിലമ്പൂരിൽ നടന്നിട്ടുള്ളത്. എന്തായാലും ആ ഘട്ടത്തിലും വ്യക്തിപരമായി ഈ ഒരു പോരാട്ടത്തെ ഇരു സ്ഥാനാർത്ഥികളും കാണുന്നില്ല എന്നുള്ളത് കൂടി അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് സേതു നമുക്കിപ്പോൾ കാണാൻ കഴിയും. യെസ്, അങ്ങനെ തന്നെയാണ്. അപ്പോൾ പോരാട്ടം രാഷ്ട്രീയമാണ്, അവിടെ വരുന്ന സംസാരങ്ങൾ രാഷ്ട്രീയമാണ്, അവിടെ ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അതെല്ലാം രാഷ്ട്രീയമാണ്, ഒന്നും വ്യക്തിപരമല്ല, വ്യക്തിബന്ധങ്ങൾ ഒന്നിനെയും ബാധിക്കുന്നില്ല എന്നൊരു സന്ദേശം കൂടി ഒരു തിരഞ്ഞെടുപ്പ് ദിവസം അവിടുത്തെ നിലമ്പൂർകാർക്ക് നൽകുകയാണ്. ഇടതുപക്ഷത്തിൻ്റെയും ഒപ്പം UDF-ൻ്റെയും സ്ഥാനാർത്ഥികൾ ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജും.